ഈ പാർട്ടിൽ നേരത്തെ നമ്മൾ പഠിച്ച ഇൻഹെറിറ്റൻസ് എന്ന ടോപ്പിക്ക് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി നോക്കിയതാണ് ഇൻഹെറിറ്റൻസിൻ്റെ ഡെഫിനിഷൻ. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലാസ് അതിൻ്റെ കണ്ടൻസിനെ വേറൊരു ക്ലാസ്സിന് പാസ് ഓൺ ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻഹെറിറ്റൻസ്. അതിൽ ആരാണോ ഡേറ്റ കൊടുക്കുന്നത് ആ ക്ലാസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ് ക്ലാസ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പാരൻറ്റ് ക്ലാസ് ഓർ സുപ്പീരിയർ ക്ലാസ്. ഇനി ആരാണ് ഡേറ്റ റിസീവ് ചെയ്യുന്ന ക്ലാസ്, ആ ക്ലാസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്ലാസ് ഓർ ചൈൽഡ് ക്ലാസ് ഓർ ഇൻഫീരിയർ ക്ലാസ്. അടുത്തത് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിലൊന്നാണ് ഡേറ്റ സെക്യൂരിറ്റി. സോ വാട്ട് എവർ വി ഡു വിത്ത് ദിസ് പാരഡൈം, അല്ലെങ്കിൽ ഈ പാരഡൈം ബേസ് ചെയ്യുന്ന പ്രോഗ്രാമിൽ എന്തൊക്കെ ചെയ്താലും വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദ ഡേറ്റ ഈസ് സെക്യൂർ. അപ്പോൾ ഇൻഹെറിറ്റൻസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഒരു ക്ലാസ്സിനകത്തുള്ള കണ്ടൻറ്റ് വേറൊരു ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പെടുകയാണ്. സോ ഇൻ ദാറ്റ് കേസ് നമ്മൾ തീർച്ചയായും ഡേറ്റ സെക്യൂർ ആയിട്ടാണോ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്ന് ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് വിസിബിലിറ്റി മോഡ്സ്. അതെന്താണെന്ന് അടുത്ത സ്ലൈഡുകളിൽ വിശദമായിട്ട് നോക്കാം. സോ യൂസിങ് ദിസ് വിസിബിലിറ്റി മോഡ്സ് ഡേറ്റ പ്രൈവസി ഇൻഹെറിറ്റൻസ് സമയത്ത് എൻഷുർ ചെയ്യാനായിട്ട് കഴിയും. അടുത്തത് ഓൾറെഡി പറഞ്ഞൊരു പോയിൻ്റാണ്, കൺസ്ട്രക്ടേഴ്സ് ആർ ഇൻവോക്ഡ് ഇൻ എ ബേസ് ടു ചൈൽഡ് ഓർഡർ. എന്ന് വെച്ചാൽ എല്ലാ ക്ലാസ്സുകൾക്കും കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ചൈൽഡിൻ്റെയും പാരൻറ്റിൻ്റെയും കൺസ്ട്രക്ടേഴ്സ് റൺ ആയാലേ പറ്റുള്ളൂ. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് പാരൻറ്റ് ക്ലാസ്സിലെ കൺസ്ട്രക്ടർ ആദ്യം ഇൻവോക്ക് ആവും, അതിനുശേഷം മാത്രമേ ചൈൽഡിൻ്റെത് ഇൻവോക്ക് ആകുകയുള്ളൂ. എങ്കിൽ മാത്രമേ പാരൻറ്റിന് എന്തെങ്കിലും ഡേറ്റ ഇൻഹെറിറ്റ് ചെയ്ത് ചൈൽഡിന് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത്, അതും ഓൾറെഡി പറഞ്ഞാണ്, ഇൻഹെറിറ്റൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് റീയൂസബിലിറ്റിയാണ്, കോഡ് റീയൂസബിലിറ്റി. ഒരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ചൈൽഡ് ക്ലാസ്സിന് ഫ്രം സ്ക്രാച്ച് എൻ്റയർ കോഡ് എഴുതേണ്ട ആവശ്യമില്ല. കുറേ കാര്യങ്ങൾ പാരൻറ്റിൽ നിന്ന് കിട്ടി, ഇനി അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം ആഡ് ചെയ്താൽ മതി. ദിസ് ഹെൽപ്സ് ഇൻ കോഡ് റീയൂസബിലിറ്റി. സോ അടുത്ത സ്ലൈഡിൽ നമുക്ക് എന്താണ് വിസിബിലിറ്റി മോഡ്സ് എന്ന് പഠിക്കാം. വിസിബിലിറ്റി മോഡ്സ് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ആക്സസ് സ്പെസിഫയേഴ്സ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഡേറ്റ പ്രൈവസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലാസ്സിനകത്തുള്ള ഓരോ എലമെൻറ്റിനെയും ആക്സസ് റൂൾസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചില കീവേഡ്സിനെ വിളിക്കുന്ന പേരാണ് ആക്സസ് സ്പെസിഫയേഴ്സ്. ആൻഡ് ഇത് ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ ഈ ആക്സസ് സ്പെസിഫയേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് യൂസ് ചെയ്യുന്ന വേർഡ്സ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ റൂൾസ് ചെറിയ വേരിയേഷൻസ് ഉണ്ടാകാം. സോ എല്ലാ ലാംഗ്വേജസിൻ്റെയും കാര്യം എനിക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. ഈ വീഡിയോയിൽ C++ എക്സാമ്പിളായിട്ട് എടുത്തുകൊണ്ട് C++ൻ്റെ ആക്സസ് സ്പെസിഫയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. മറ്റ് ലാംഗ്വേജസിലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇപ്പോൾ C++ൽ അവൈലബിൾ ആയിട്ടുള്ള ആക്സസ് സ്പെസിഫയേഴ്സ് 3 എണ്ണമാണ്. ദീസ് ആർ പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക്. ദീസ് ആർ കീവേഡ്സ്. ജാവയിൽ എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം കൂടെ അഡീഷണൽ ആയിട്ടുണ്ട്. അത് അവിടെയും പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് ഉണ്ട്, പക്ഷേ അഡീഷണൽ ആയിട്ടൊരു ഡിഫോൾട്ട് ആക്സസ് സ്പെസിഫയറും കൂടിയുണ്ട്. വേറാസ് ഇൻ C++ നമ്മൾ പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് പ്രൈവറ്റ് ആണ് ഇവിടുത്തെ ഡിഫോൾട്ട് ആക്സസ് സ്പെസിഫയർ. സോ C++ൽ എന്താണ് ഈ ആക്സസ് സ്പെസിഫയേഴ്സ് സെറ്റ് ചെയ്യുന്ന റൂൾസ് എന്ന് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഈ ടേബിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഞാൻ ഒരു ക്ലാസ്സിനകത്തുള്ള മെമ്പറിൻ്റെ ആക്സസിബിലിറ്റിയെക്കുറിച്ചുള്ള ടേബിളാണ് ഈ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ ക്ലാസ്സിനകത്തുള്ള ഒരു മെമ്പറിനെ, ഫോർ എക്സാമ്പിൾ ഒരു വേരിയബിൾ എടുക്കാം, ആ വേരിയബിളിനെ ഞാൻ പ്രൈവറ്റ് മെമ്പറായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ക്ലാസ്സിനകത്ത് തന്നെയുള്ള മറ്റ് മെമ്പേഴ്സിന് മാത്രമേ ആ ഡേറ്റ അല്ലെങ്കിൽ ആ വേരിയബിളിനെ ആക്സസ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. സോ അതാണ് ഇൻസൈഡ് ക്ലാസ്സിനകത്ത് യെസ് എന്ന് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ആ സെയിം ക്ലാസ്സിനകത്തുള്ള മറ്റ് മെമ്പേഴ്സിന് ഈ പ്രൈവറ്റ് മെമ്പറിനെ ആക്സസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നും ഇല്ല. വേറാസ് ഔട്ട്സൈഡ് ദ ക്ലാസ്, ആ ക്ലാസ്സിൻ്റെ പുറത്തുള്ള എൻവയോൺമെൻറ്റിൽ ഒരിടത്തും ആ പ്രൈവറ്റ് മെമ്പറിനെ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് ഓൾസോ മൂന്നാമത്തെ കോളം നോക്കിയാൽ കാണാം, ഇൻഹെറിറ്റബിൾ എന്ന് വെച്ചാൽ സപ്പോസ് ഈ പ്രൈവറ്റ് മെമ്പർ ഉള്ള ക്ലാസ്സിനെ വേറൊരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തെന്നിരിക്കട്ടെ, സ്റ്റിൽ ആ ചൈൽഡ് ക്ലാസ്സിന് ഈ പ്രൈവറ്റ് മെമ്പറിനെ ഒരിക്കലും ആക്സസ് ചെയ്യാനായിട്ട് കഴിയില്ല. സോ പ്രൈവറ്റായിട്ട് നമ്മളൊരു ഡേറ്റ മെമ്പറിനെ അല്ലെങ്കിൽ ഒരു മെമ്പർ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ
ആ ക്ലാസ്സിനകത്തുള്ള മറ്റ് മെമ്പേഴ്സിന് മാത്രമേ ആ പ്രൈവറ്റ് മെമ്പറിനെ ആക്സസ് ചെയ്യാൻ അനുവാദമുള്ളൂ. പുറത്തുള്ളവർക്കും കഴിയില്ല, ചൈൽഡായിട്ടുള്ള ആൾക്കാർക്കും ആക്സസ് ചെയ്യാനായിട്ട് കഴിയില്ല. അടുത്തത് പ്രൊട്ടക്റ്റഡ് പ്രൈവറ്റ് പോലെ തന്നെയാണ്. ആകെ ഉള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ക്യാൻ ബി ഇൻഹെറിറ്റഡ്, അതായത് ചൈൽഡിന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയെല്ലാം പ്രൈവറ്റ് പോലെ തന്നെയാണ്. അതായത് ക്ലാസ്സിൻ്റെ അകത്തുള്ള മെമ്പേഴ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയൂ. ക്ലാസ്സിൻ്റെ പുറത്തുള്ള ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിന് ആക്സസ് ചെയ്യാൻ കഴിയില്ല. ബട്ട് ദ ഓൺലി ഡിഫറൻസ് ഈസ് ഇൻഹെറിറ്റബിൾ ആണ്. അതായത് ചൈൽഡ് ക്ലാസ്സസിന് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സിന് ഈ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് അനുവാദമുണ്ട്. ആൻഡ് ലാസ്റ്റ് ആക്സസ് സ്പെസിഫയർ ഈസ് പബ്ലിക് ആണെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഡേറ്റയെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ക്ലാസ്സിനകത്തുള്ള മെമ്പേഴ്സിന് ആക്സസ് ചെയ്യാം, ക്ലാസ്സിന് പുറത്തുള്ളവർക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇൻഹെറിറ്റബിൾ, അതായത് ചൈൽഡിനും ആക്സസിബിലിറ്റി ഉണ്ട്. ഒരു ജനറൽ പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ നമ്മളൊരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡേറ്റ മെമ്പേഴ്സ്, അതായത് വേരിയബിൾസ്, അവരെ നമ്മൾ സാധാരണഗതിയിൽ പ്രൈവറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യാറുള്ളത്. ആൻഡ് അവരെ ആക്സസ് ചെയ്യുന്ന മെമ്പർ ഫങ്ഷൻസിനെ പബ്ലിക്കായിട്ടും. അതുവഴി അതാണ് ഒരു കോമൺ പ്രാക്ടീസ്, കമ്പൽസറി അല്ല. അങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ അതാകുമ്പോൾ ഡേറ്റയെ ഡയറക്റ്റായിട്ട് ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അഥവാ ആക്സസ് ചെയ്യണമെങ്കിൽ ഈ പബ്ലിക്കായിട്ടുള്ള മെമ്പർ ഫങ്ഷൻസ് വഴി മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ദ കോമൺ പ്രാക്ടീസ് ഈസ് ടു ഡിക്ലെയർ ഡേറ്റ മെമ്പേഴ്സ് ഓഫ് എ ക്ലാസ് ആസ് പ്രൈവറ്റ്. പക്ഷേ ആ ഡേറ്റ ഇൻഹെറിറ്റ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ദെൻ പ്രൈവറ്റിന് പകരം പ്രൊട്ടക്റ്റഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. സോ ആക്സസ് സ്പെസിഫയേഴ്സ് നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് വിസിബിലിറ്റി മോഡ് കോൺസെപ്റ്റ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇനി ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ട വിസിബിലിറ്റി മോഡ് എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ C++ൻ്റെ കോണ്ടെക്സ്റ്റിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ടേബിളിൽ വിസിബിലിറ്റി മോഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വിസിബിലിറ്റി മോഡ് ഒരു കോമൺ മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ വിവരിക്കാം. സോ ആദ്യം ഈ ടേബിളിൻ്റെ ഒരു ഓവർവ്യൂ തരാം. ഇതിനകത്ത് ഉദ്ദേശിച്ചേക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻഹെറിറ്റൻസ് നടക്കുന്നു. ഒരു പാരൻറ്റ് ക്ലാസ്സിൽ നിന്ന് ഒരു ചൈൽഡ് ക്ലാസ്സിലേക്ക് കുറച്ച് ഡേറ്റ ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഇതിൽ പാരൻറ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഇമാജിൻ പാരൻറ്റ് ക്ലാസ്സിൽ പബ്ലിക് ആക്സസ് സ്പെസിഫയർ ഉള്ള കണ്ടൻസും പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയർ ഉള്ള കണ്ടൻസും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കണ്ടൻസും ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇൻഹെറിറ്റൻസ് നടക്കുമ്പോൾ ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് എന്ത് ചേഞ്ചാണ് ചൈൽഡിനകത്തേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്? അതാണ് ഈ വിസിബിലിറ്റി മോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് 3 വിസിബിലിറ്റി മോഡ്സ് ഉണ്ട്: പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഓക്കെ, സോ പ്രൈവറ്റ് വിസിബിലിറ്റി മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ചൈൽഡ് പാരൻറ്റിന് ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കീവേഡ് യൂസ് ചെയ്യും. പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക്, ഏതെങ്കിലും ഒരു കീവേഡ് ഇൻഹെറിറ്റൻസ് നടത്തുന്ന ലൈനിൽ യൂസ് ചെയ്യും. അതിനാണ് വിസിബിലിറ്റി മോഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് വിസിബിലിറ്റി മോഡിലാണ് ചൈൽഡ് ഇൻഹെറിറ്റ് ചെയ്യുന്നതെങ്കിൽ പാരൻറ്റിൻ്റെ പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് ആദ്യം നോക്കാം. അതാണ് ഫസ്റ്റ് കോളത്തിൽ പറഞ്ഞേക്കുന്നത്. ഞാൻ മുമ്പ് കഴിഞ്ഞ സ്ലൈഡിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്, പ്രൈവറ്റ് മെമ്പേഴ്സ് ഓഫ് എ ക്ലാസ് കനോട്ട് ബി ഇൻഹെറിറ്റഡ്. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി മോഡ് ഏത് തന്നെ ആയിക്കോട്ടെ, പ്രൈവറ്റ് വിസിബിലിറ്റി മോഡായാലും പബ്ലിക് ആയാലും പ്രൊട്ടക്റ്റഡ് ആയാലും പാരൻറ്റിനകത്ത് പ്രൈവറ്റ് ആയിട്ടുള്ള ഡേറ്റ ഒരിക്കലും ചൈൽഡിനകത്ത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല, ഇൻഹെറിറ്റ് ചെയ്യപ്പെടില്ല. ഇതാണ് ഫസ്റ്റ് സെല്ല് പറഞ്ഞേക്കുന്നത്. ഇനി പ്രൈവറ്റ് വിസിബിലിറ്റി മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് പാരൻറ്റിൻ്റെ പബ്ലിക് മെമ്പേഴ്സിന് എന്ത് സംഭവിക്കും നോക്കിയറിയാം. ബിക്കംസ് പ്രൈവറ്റ് മെമ്പേഴ്സ് ഓഫ് ചൈൽഡ് ക്ലാസ് എന്ന് വെച്ചാൽ പാരൻറ്റിൽ പബ്ലിക്കായിരുന്ന ആൾ ചൈൽഡിലെത്തുമ്പോൾ പ്രൈവറ്റ് ആയിട്ട് മാറും. അതിൻ്റെ അർത്ഥം ആ ഡേറ്റയെ ഫർദർ ഇൻഹെറിറ്റൻസ് ചെയ്യാനായിട്ട് കഴിയില്ല. ചൈൽഡിൽ എത്തിക്കഴിയുമ്പോൾ അത് പ്രൈവറ്റ് ആയി കഴിഞ്ഞു. ഇനി ചൈൽഡിന് അത് വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല, ബിക്കോസ് പ്രൈവറ്റ് മെമ്പേഴ്സിന് ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ പ്രൈവറ്റ് വിസിബിലിറ്റി മോഡൽ ഇതുവരെ നോക്കിയത് പാരൻറ്റിൻ്റെ പ്രൈവറ്റ് മെമ്പേഴ്സിന് ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയില്ല. പാരൻറ്റിൻ്റെ പബ്ലിക് മെമ്പേഴ്സ് ചൈൽഡിനകത്തെത്തുമ്പോൾ പ്രൈവറ്റ് ആയിട്ട് മാറും. ഇനി പാരൻറ്റിന് അകത്ത് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരുന്ന മെമ്പേഴ്സ് ചൈൽഡിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? അതും പ്രൈവറ്റ് ആയിട്ട് മാറും. അതിനർത്ഥം അതും ഫർദർ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ പ്രൈവറ്റ് വിസിബിലിറ്റി മോഡിൽ ചുരുക്കി പറഞ്ഞാൽ പാരൻറ്റിൻ്റെ എല്ലാ ഡേറ്റയും
ചൈൽഡിനകത്ത് എത്തിക്കഴിയുമ്പോൾ പ്രൈവറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രൈവറ്റായിട്ട് മാറുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ആ ക്ലാസ്സിനകത്തുള്ള ആൾക്കാർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റൂ, ക്ലാസ്സിന് പുറത്തുള്ളവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ആ പോയിൻറ്റ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്. നോട്ട് ആക്സസിബിൾ ടു ഔട്ട്സൈഡ് വേൾഡ്, ആക്സസിബിൾ ടു പബ്ലിക് ഫങ്ഷൻസ് ഓഫ് ദി ചൈൽഡ് ക്ലാസ്. ഓക്കെ. സോ അപ്പോൾ പ്രൈവറ്റ് വിസിബിലിറ്റി മോഡ് എപ്പോൾ ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തവണ മാത്രം ഇൻഹെറിറ്റൻസ് അലൗ ചെയ്യുന്ന കേസസിലാണ് പ്രൈവറ്റ് വിസിബിലിറ്റി മോഡ്സ് യൂസ് ചെയ്യേണ്ട. ഫർദർ ഇൻഹെറിറ്റൻസിനെ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഇൻഹെറിറ്റ് യൂസിങ് പ്രൈവറ്റ് വിസിബിലിറ്റി മോഡ്. അടുത്തത് പ്രൊട്ടക്റ്റഡ് വിസിബിലിറ്റി മോഡ് ആദ്യം നോക്കാം, അതിനുശേഷം പബ്ലിക് വിസിബിലിറ്റി മോഡിലേക്ക് വരാം. സോ ലാസ്റ്റ് കോളം നോക്കുക. പ്രൊട്ടക്റ്റഡ് വിസിബിലിറ്റി മോഡിൽ സെയിം ആസ് പ്രൈവറ്റ് വിസിബിലിറ്റി മോഡ്, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് വിസിബിലിറ്റി മോഡിൽ സംഭവിച്ചത് പാരൻറ്റിൻ്റെ ഇൻഹെറിറ്റബിൾ ആയിട്ടുള്ള എല്ലാ കമ്പോണൻസും ചൈൽഡിൽ വന്നപ്പോൾ പ്രൈവറ്റ് ആയിട്ട് മാറി. പ്രൊട്ടക്റ്റഡ് വിസിബിലിറ്റി മോഡിൽ ആകെയുള്ള വ്യത്യാസം, പാരൻറ്റിൻ്റെ ഇൻഹെറിറ്റബിൾ ആയിട്ടുള്ള എല്ലാ കമ്പോണൻസും ചൈൽഡിൽ വരുമ്പോൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് മാറും. ബിക്കോസ് അതിൻ്റെ വിസിബിലിറ്റി മോഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുണ്ട്. അതായത് പബ്ലിക് മെമ്പേഴ്സ് ഓഫ് പാരൻറ്റ് ക്ലാസ് വിൽ ബിക്കം പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ചൈൽഡ് ക്ലാസ്. പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് പാരൻറ്റ് ക്ലാസ് ബിക്കംസ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ചൈൽഡ് ക്ലാസ്. പ്രൈവറ്റ് മെമ്പേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യാനും പറ്റില്ല. സോ ബേസിക്കലി നടന്ന കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ആകെപ്പാടെ അതിൻ്റെ ആക്സസ് സ്പെസിഫയർ മാത്രം മാറിയെന്നുള്ളൂ. മറ്റേതിൽ പ്രൈവറ്റും ഇതിൽ പ്രൊട്ടക്റ്റഡും. പക്ഷേ അതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, പ്രൊട്ടക്റ്റഡ് ആയിട്ടാണല്ലോ ചൈൽഡിനകത്ത് പാരൻറ്റിൻ്റെ ഇൻഹെറിറ്റബിൾ മെമ്പേഴ്സ് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ വീണ്ടും ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആർ ഇൻഹെറിറ്റബിൾ. സോ ഈ ഒരു ഡിഫറൻസ് മാത്രമാണ് ഇവർ തമ്മിൽ ഉള്ളത്. കാരണം ഇൻ എ സിറ്റുവേഷൻ വെയർ യു ഡോണ്ട് വാണ്ട് ഫർദർ ഇൻഹെറിറ്റൻസ്, യു ഷുഡ് യൂസ് പ്രൈവറ്റ് വിസിബിലിറ്റി മോഡ്. വെയറാസ് ഇഫ് യു വാണ്ട് ഫർദർ ഇൻഹെറിറ്റൻസ് ടു ഹാപ്പൻ, ദെൻ നമുക്ക് പ്രൊട്ടക്റ്റഡ് വിസിബിലിറ്റി മോഡ് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഡേറ്റ സെക്യൂരിറ്റി ഉണ്ടാവും, ഇൻഹെറിറ്റൻസും ഫർദർ ഇൻഹെറിറ്റൻസും അലൗഡ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് പബ്ലിക് വിസിബിലിറ്റി മോഡിലേക്ക് വരാം. അവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത ഉള്ളത്. ഇപ്പോൾ പറഞ്ഞ രണ്ട് ഫോർമാറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തോന്നും പബ്ലിക്കിൽ വരുമ്പോൾ പാരൻറ്റിൻ്റെ എല്ലാ മെമ്പേഴ്സും ചൈൽഡിൽ വരുമ്പോഴും പബ്ലിക് ആവുന്നു. പക്ഷേ അത് തെറ്റാണ്. അവിടെയാണ് ആ കൺഫ്യൂഷൻ വരുന്നത്. അത് തെറ്റാണ്. ബിക്കോസ് ഒരു ലാംഗ്വേജും ആക്സസ് സ്പെസിഫയർ റൂൾസിനെ ലിബറലൈസ് ചെയ്യാനായിട്ട് അലൗ ചെയ്യത്തില്ല. ഒരു ഹയർ സെക്യൂരിറ്റി ഉള്ള ആക്സസ് റൂള് നമുക്ക് ലോവർ സെക്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് വഴിയൊന്നുമില്ല. നമുക്ക് സെക്യൂരിറ്റി കൂട്ടാൻ മാത്രമേ അനുവാദമുള്ളൂ. അതുകൊണ്ട് തന്നെ പബ്ലിക് വിസിബിലിറ്റി മോഡിൽ സംഭവിക്കാൻ പോകുന്നത്, പ്രൈവറ്റ് മെമ്പേഴ്സ് ഓഫ് ബേസ് ക്ലാസ് എന്തായാലും ഇൻഹെറിറ്റ് ആവില്ല. പബ്ലിക് മെമ്പേഴ്സ് ഓഫ് ബേസ് ക്ലാസ് അതേപോലെ ഇവിടെ വരുമ്പോൾ പബ്ലിക് വിസിബിലിറ്റി മോഡിൽ ചൈൽഡിലേക്ക് വരുമ്പോൾ വീണ്ടും പബ്ലിക്കായിട്ട് തന്നെ തുടരും. അതിലൊരു മാറ്റവും ഇല്ല. ബട്ട് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ചൈൽഡിനകത്തേക്ക് വരുമ്പോൾ പബ്ലിക് ആകില്ല, പകരം പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ തുടരും. കാരണം പ്രൊട്ടക്റ്റഡിൽ നിന്ന് പബ്ലിക്കിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു ഡൗൺ ഗ്രേഡിംഗ് ആണ്. അത് ഒരിക്കലും അലോ ചെയ്യത്തില്ല. സെക്യൂരിറ്റിയെ കോംപ്രമൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. സോ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളവർ പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ ചൈൽഡിനകത്തേക്ക് വരും. ഇപ്പോൾ പബ്ലിക് വിസിബിലിറ്റി മോഡിൽ മാത്രം ആ ഒരു ഫോർമാറ്റ് ബാക്കി രണ്ടുപേരിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അവർ ഓൾറെഡി ഏത് ആക്സസ് സ്പെസിഫയർ ഉള്ള മെമ്പേഴ്സ് ആയിരുന്നോ പാരൻറ്റിൽ, അതേ ആക്സസ് റൂൾസ് തന്നെ അവർ ചൈൽഡിനകത്തും ഫോളോ ചെയ്യും. പബ്ലിക് മെമ്പേഴ്സ് വിൽ ബിക്കം പബ്ലിക് ഇൻ ചൈൽഡ്, പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് വിൽ ബിക്കം പ്രൊട്ടക്റ്റഡ് ഇൻ ചൈൽഡ്. ഓക്കെ. സോ ദിസ് ഈസ് വിസിബിലിറ്റി മോഡ് ഇൻ C++. മറ്റ് ലാംഗ്വേജസിൽ വരുമ്പോൾ ചെറിയ ഡിഫറൻസസ് വരും. ചിലപ്പോൾ ഒരു അഡീഷണൽ ആക്സസ് സ്പെസിഫയർ റൂൾസ് വരാം. എനിവേ നമ്മൾ C++ ആണ് കൂടുതൽ എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ടാണ് C++ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ഈ പബ്ലിക് വിസിബിലിറ്റി മോഡൽ ഈ ഒരു ചെറിയ വേരിയേഷൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഇൻഹെറിറ്റൻസ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. C++ൽ അലൗഡ് ആയിട്ടുള്ളത് 5 ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. മറ്റ് ലാംഗ്വേജസ് വരുമ്പോൾ ചെറിയ ചേഞ്ചസ് ഉണ്ട്. ജാവയിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതും നമുക്ക് ഈ പാർട്ടിൽ തന്നെ നമുക്ക് നോക്കാം. എനിവേ ദീസ് ആർ ദ 5 ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് അലൗഡ് ഇൻ C++. These are single or simple inheritance, multiple inheritance, hierarchical inheritance, multi-level inheritance and hybrid inheritance. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡുകളിൽ നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ഈസ് സിംഗിൾ ഇൻഹെറിറ്റൻസ് ഓർ സിമ്പിൾ ഇൻഹെറിറ്റൻസ്. ആസ് ദ നെയിം സജസ്റ്റ് വളരെ സിമ്പിളായിട്ടൊരു സ്ട്രക്ചറാണ്. ഇതിനകത്ത് 2 ക്ലാസ്സസ് മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ ഈ ഒരു ഡിസൈനിൽ. അതായത് ഒരു പാരൻറ്റ് ഒരു ചൈൽഡിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു.
ദാറ്റ്സ് ഇറ്റ്. അവിടെ സിംഗിൾ ഇൻഹെറിറ്റൻസ് കഴിയുന്നു. ഇറ്റ്സ് റിയൽ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് സിമിലർ ടു എ ഫാദർ ഇൻഹെറിറ്റിംഗ് ഹിസ് അസറ്റ്സ് ടു ഹിസ് ചൈൽഡ്. ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾ റെപ്രസെൻറ്റേഷൻ നോക്കുമ്പോൾ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ആരോ ഞാൻ വരച്ചേക്കുന്നത് തിരിഞ്ഞല്ലേ വരേണ്ടതെന്നൊരു ഡൗട്ട് തോന്നാം. ഇൻഹെർട്ട് ചെയ്യുമ്പോൾ ആരോ ഹെഡ് താഴേക്ക് വരണം എന്നുള്ളൊരു ഡൗട്ട് വരാം. ബട്ട് ഈ വരച്ചേക്കുന്ന പടത്തിലൊരു തെറ്റുമില്ല. കാരണം നിങ്ങൾ ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈ രണ്ട് ടൈപ്പും കാണാൻ കഴിയും. ചില ബുക്സ് ഞാൻ വരച്ചേക്കുന്ന പോലത്തെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, ആരോ മുകളിലേക്കും. ചില ബുക്ക് നേരെ തിരിച്ചുള്ളതുമാണ് ഫോളോ ചെയ്യുന്നത്. രണ്ടും തെറ്റല്ല, അത് വരച്ചേക്കുന്ന രീതി അനുസരിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്താൽ മതി. ഈ കേസിൽ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് ചൈൽഡ് ഈസ് ഗെറ്റിംഗ് ഫ്രം ഫാദർ എന്നുള്ള മീനിങ് ആണ് ഈ ഒരു ആരോ റെപ്രസെൻറ്റേഷൻ മീറ്റ് ചെയ്യുന്നത്. തിരിച്ചായിരുന്നെങ്കിൽ അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് ഫാദർ ഈസ് ഗിവിങ് ടു ചൈൽഡ്. അപ്പോൾ ബേസിക്കലി രണ്ട് കാര്യങ്ങളും സെയിം തന്നെയാണ്, ഫിഗർ തെറ്റല്ല. എനിവേ ഇവിടെ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ ഫിഗർ നോക്കിയാൽ ക്ലാസ് എ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഉണ്ട്. ഇഫ് ദാറ്റ് കമ്പോണൻ്റ് ഈസ് ഇൻഹെറിറ്റബിൾ, ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഓർ പബ്ലിക്, ദെൻ ഇൻഹെറിറ്റൻസ്, സിമ്പിൾ ഇൻഹെറിറ്റൻസ് നടക്കുമ്പോൾ ക്ലാസ് ബി ആയ ചൈൽഡിന് ആ എയുടെ സ്മോൾ എയുടെ ഒരു കോപ്പി കിട്ടും. ആൻഡ് ഓൾസോ നമ്മൾ ഇൻഹെറിറ്റൻസിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു, ദ ചൈൽഡ് ക്ലാസ് ക്യാൻ ഹാവ് ഇറ്റ്സ് ഓൺ കമ്പോണൻറ്റ്സ്. അതാണ് ആ സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ദിസ് ഈസ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. സെക്കൻഡ് ടൈപ്പ് ഈസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇതിൽ ദ ചൈൽഡ് ക്ലാസ് ഈസ് ഇൻഹെറിറ്റിംഗ് ഫ്രം മൾട്ടിപ്പിൾ പാരൻറ്റ്സ്. അതുകൊണ്ടാണ് അതിനെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഫിഗർ ശ്രദ്ധിച്ചാൽ അറിയാം, ഇറ്റ്സ് ലൈക്ക് എ ചൈൽഡ് ഈസ് ഇൻഹെറിറ്റിംഗ് അസറ്റ്സ് ഫ്രം ബോത്ത് ഫാദർ ആൻഡ് ഫ്രം മദർ. ലെഫ്റ്റ് സൈഡിലെ ഫിഗർ നോക്കിയാൽ ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി. ഇവിടെ ക്ലാസ് എയും ക്ലാസ് ബിയും പാരൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദേ ഹാവ് കമ്പോണൻറ്റ് സ്മോൾ എ ആൻഡ് സ്മോൾ ബി. ചൈൽഡ് സി, ക്ലാസ് സി ആണ് ചൈൽഡ്. ആ ക്ലാസ് സി രണ്ടുപേരിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ രണ്ടുപേരുടെ കമ്പോണൻസും ക്ലാസ് സിക്ക് കിട്ടും. ആൻഡ് ക്ലാസ് സി ക്യാൻ ഹാവ് ഇറ്റ്സ് ഓൺ കമ്പോണൻറ്റ് ആസ് വെൽ, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ സി ഹിയർ. പിന്നെ ഈ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഹെറിറ്റൻസ് ടൈപ്പാണ്. കാരണം ഈ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് കാരണം ഒരു ഫേമസ് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ആ പ്രോബ്ലം എന്താണെന്ന് ഞാൻ ഈ ടൈപ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ടുവേർഡ്സ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ആ പ്രോബ്ലം എന്നും അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട 1-2 ട്രിവിയയും ഞാൻ ലാസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തത് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ദിസ് ഈസ് ലൈക്ക് ആൻ അപ്സൈഡ് ഡൗൺ വേർഷൻ ഓഫ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഒരു പാരൻറ്റിൽ നിന്ന് മൾട്ടിപ്പിൾ ചിൽഡ്രൻ ഇൻഹെറിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഫാദർ ഇൻഹെറിറ്റിംഗ് ഹിസ് അസറ്റ്സ് ടു ഹിസ് സൺ ആൻഡ് ഹിസ് ഡോട്ടർ ഈസ് ആൻ എക്സാമ്പിൾ. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ക്ലാസ് എ എന്ന് പറഞ്ഞൊരു പാരൻ്റ് ഉണ്ട്, അയാൾക്ക് എ എന്ന് പറഞ്ഞൊരു സ്മോൾ എ എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഉണ്ട്. സോ എ കോപ്പി ഓഫ് ദിസ് സ്മോൾ എ കമ്പോണൻറ്റ് വിൽ ബി 2 copies ഓഫ് ദിസ് കമ്പോണൻറ്റ് വിൽ ബി ഷെയർഡ് ടു ദി ചിൽഡ്രൻ. അതായത് 2 കോപ്പി ഉണ്ടാക്കും. 2 ചിൽഡ്രൻ ഉണ്ടെങ്കിൽ 2 കോപ്പി ഉണ്ടാക്കും. ഒന്ന് ഒരു ചൈൽഡിനും കൊടുക്കും, ഒന്ന് മറ്റേ ചൈൽഡിനും കൊടുക്കും. 3 പേരുണ്ടെങ്കിൽ 3 പേർക്കായിട്ട് കൊടുക്കും. ഓക്കെ. സോ എപ്പോഴും ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഒരു പാരൻറ്റ് 2 ചൈൽഡ് തന്നെ ആവണമെന്നില്ല. ഒരു പാരൻറ്റും മൾട്ടിപ്പിൾ ചിൽഡ്രൻ എന്നുള്ള മീനിങ് ആണ് ഉള്ളത്. ഞാൻ ഫിഗർ സിമ്പിളായിട്ട് വരച്ചു എന്നേ ഉള്ളൂ. അടുത്തത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഇറ്റ്സ് ലൈക്ക് ആൻ എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് സിമ്പിൾ ഇൻഹെറിറ്റൻസ്. ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് കിട്ടുന്നു, ആ കിട്ടിയ ആൾ അത് വേറൊരാൾക്ക് പാസ് ചെയ്യുന്നു, അയാൾ വീണ്ടും വേറൊരാൾക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെ ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഇതിനകത്ത് ഫാദർ സണ്ണിന് കൊടുത്തു, സണ്ണിൻ്റെ ഡോട്ടറിനാണ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ. ഓക്കെ. സോ അല്ലാതെ ഈ സണ്ണും ഡോട്ടർ ഇവിടെ സിബ്ലിങ്സ് അല്ല. ഫാദർ, സൺ, ഡോട്ടർ, ഒരു ഗ്രാൻഡ് പാരൻറ്റ് ഗ്രാൻഡ് ചൈൽഡ്, ആ ഒരു ഫോർമാറ്റാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിലുള്ളത്. ഇതിൽ ലെഫ്റ്റ് സൈഡ് ഫിഗറിൽ ക്ലാസ് ബി ഇൻഹെറിറ്റ്സ് ഫ്രം ക്ലാസ് എ. അപ്പോൾ ക്ലാസ് എയുടെ കമ്പോണൻറ്റ് ക്ലാസ് ബിക്ക് കിട്ടി. ദെൻ ക്ലാസ് സി ഇൻഹെറിറ്റ്സ് ഫ്രം ക്ലാസ് ബി. അങ്ങനെ ചെയ്യുമ്പോൾ ക്ലാസ് എയിൽ നിന്ന് കിട്ടിയ കമ്പോണൻറ്റ് സ്റ്റിൽ ഇൻഹെറിറ്റബിൾ ആണെങ്കിൽ അതും കൂടി ഗ്രാൻഡ് ചൈൽഡിന്, അതായത് സിക്ക് കിട്ടും. ഇതാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഈ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിൻ്റെ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഇൻഹെറിറ്റൻസ് പ്രൈവറ്റ് വിസിബിലിറ്റി മോഡലാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ പ്രൈവറ്റായി മാറുന്ന ആൾക്കാരെ ഫർദർ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ക്ലാസ് എ ക്ലാസ് ബി ഇൻഹെറിറ്റൻസ് പ്രൈവറ്റ് വിസിബിലിറ്റി മോഡലാണ് നടന്നിരുന്നെങ്കിൽ അവിടെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് പോസിബിൾ അല്ല. കാരണം പാരൻറ്റിൻ്റെ കമ്പോണൻസ് താഴെ വരുമ്പോൾ
പ്രൈവറ്റ് മെമ്പറായിട്ട് മാറുകയാണ്. ആ മെമ്പേഴ്സിന് പിന്നെ ഫർദർ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ക്ലാസ് ബിയുടെ സ്വന്തമായിട്ടുള്ള കമ്പോണൻസിനെ ക്ലാസ് സിക്ക് ഇൻഹെറിറ്റ് ചെയ്ത് വാങ്ങാൻ പറ്റും. ഞാൻ ഒരു മൾട്ടി ലെവലായിട്ട് അത് എയിൽ നിന്ന് സിയിലേക്ക് എത്താനായിട്ട് വഴിയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻഹെറിറ്റൻസ് കാരണം ഉണ്ടായ ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞത്. ആ പ്രോബ്ലം ഇതാണ്. ഈ സ്ലൈഡിൽ ഞാനൊരു ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ഈ സ്ട്രക്ചറിൻ്റെ പേര് മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസ് എന്നാണ്. ഞാൻ താഴെ ഹെഡിങ് മൾട്ടി ലെവൽ എന്നാണ് കൊടുത്തേക്കുന്നത്. അത് മൾട്ടി ലെവലല്ല, മൾട്ടി പാത്ത് എന്ന് വായിക്കുക പ്ലീസ്. ആൻഡ് എന്താണ് ഈ പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലത്തിൻ്റെ ഇത് മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസിൻ്റെ മറ്റൊരു പേരാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ആൻഡ് ഈ സ്പെസിഫിക് സ്ട്രക്ചറിന് ഒരു സ്പെഷ്യൽ നെയിമുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ദി ഡയമണ്ട് ഇൻഹെറിറ്റൻസ് പ്രോബ്ലം. നിങ്ങൾ ഫെമിലിയർ ആയിരിക്കാം, എന്നാലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് കണ്ട ഒരു ഡയമണ്ട് ഷേപ്പ് പോലെയാണ് ഇരിക്കുന്നതല്ലേ. ആ ഇൻഹെറിറ്റൻസ് ലൈൻ വരച്ചേക്കുന്നത് കുറച്ചുകൂടെ നീറ്റാക്കി ഒരു ഡയമണ്ട് ഷേപ്പ് കിട്ടും. ഇത് ഇവിടെ വന്നിരിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് ആ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ക്ലാസ് എക്ക് സ്മോൾ എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ആണ്, റെഡ് കമ്പോണൻ്റ്. ഞാൻ കളർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. റെഡ് കമ്പോണൻ്റ് ഉണ്ടായിരുന്നു. ക്ലാസ് ബി എയിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തു, ക്ലാസ് സി എയിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തു. സോ ആ ടോപ്പ് പാർട്ട് മാത്രം നോക്കിയാൽ, ക്ലാസ് എ ക്ലാസ് ബി ക്ലാസ് സി ഇൻവോൾവ് ചെയ്യുന്ന ടോപ്പ് പാർട്ട് മാത്രം നോക്കിയാൽ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഒരു പാരൻറ്റിൽ നിന്ന് മൾട്ടിപ്പിൾ ചൈൽഡ്. അവിടെ പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ ഇൻഹെറിറ്റൻസ് നടന്നു കഴിഞ്ഞപ്പോൾ ക്ലാസ് ബിക്കകത്ത് ഒരു റെഡ് കമ്പോണൻറ്റും കിട്ടി, ഒരു ബ്ലൂ കമ്പോണൻറ്റും കിട്ടി. ക്ലാസ് സിക്ക് ഒരു റെഡ് കമ്പോണൻറ്റും കിട്ടി, ഒരു ഗ്രീൻ കമ്പോണൻറ്റും കിട്ടി. ഓക്കെ, ഇനി പ്രോബ്ലം വരുന്നത് അടുത്ത സെക്ഷനിലാണ്. ഈ ഫിഗറിൻ്റെ ലോവർ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് ഡി ഇവർ ഇൻവോൾവ് ചെയ്യുന്ന ലോവർ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഞാൻ ആദ്യമേ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പറഞ്ഞു ഈ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ് ഒരു ഇൻഹെറിറ്റൻസ് ഫേമസ് ഇൻഹെറിറ്റൻസ് പ്രോബ്ലം കോസ് ചെയ്യുന്നതെന്ന്. അതിവിടെയാണ് സംഭവിക്കുന്നത്. എന്താ സംഭവിച്ചത്? ക്ലാസ് ബിക്കകത്ത് റെഡും ബ്ലൂവും ഉണ്ട്, ക്ലാസ് സിക്കകത്ത് റെഡും ഗ്രീനും ഉണ്ട്, ആൻഡ് ക്ലാസ് ഡി ഈസ് ഇൻഹെറിറ്റിംഗ് ഫ്രം ദീസ് ടു ഗൈസ്. അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ആംബിഗ്വിറ്റി അറൈസ് ആവും. ബിക്കോസ് ആ ബ്ലൂ കമ്പോണൻറ്റ് ഇൻഹെറിറ്റായി പ്രോബ്ലം ഇല്ല, ഗ്രീൻ കമ്പോണൻറ്റ് ഇൻഹെറിറ്റായി പ്രോബ്ലം ഇല്ല, ക്ലാസ് ഡിക്ക് സ്വന്തമായിട്ടൊരു ഓറഞ്ച് കമ്പോണൻ്റ് ഉണ്ട്, പ്രോബ്ലം ഇല്ല. പ്രോബ്ലം വരുന്നത് രണ്ട് പാരൻസും ഒരു സെയിം കമ്പോണൻറ്റിൻ്റെ കോപ്പീസ് ചൈൽഡിലേക്ക് പാസ് ചെയ്തു. രണ്ടുപേരും റെഡ് കളർ എ കമ്പോണൻറ്റ് പാസ് ചെയ്തു. സോ ഒരേ ഡേറ്റയുടെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ക്ലാസ് ഡി. This causes an ambiguity. This is called the famous diamond inheritance problem. ഈ പ്രോബ്ലം C++ൽ ഉണ്ട്. സോ ഓബ്വിയസ്ലി അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനും ഉണ്ടായാലേ പറ്റൂ. ആ സൊല്യൂഷൻ എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ നോക്കാം. So this is how the diamond inheritance problem in C++ is solved. It's by using a keyword called virtual. നമ്മൾ ഡയമണ്ട് ഇൻഹെറിറ്റൻസ് പ്രോബ്ലം കോസ് ചെയ്യാൻ സാധ്യതയുള്ള പാരൻറ്റ് ക്ലാസ്സസിനെ വിർച്വൽ ക്ലാസ്സസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഇവിടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് സപ്ലൈ ചെയ്ത പാരൻറ്റ്സ് ആരൊക്കെയാണ്? ക്ലാസ് ബിയും ക്ലാസ് സിയും. സോ നമ്മൾ അവരെ വിർച്വലായിട്ട് ഡിക്ലെയർ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കമ്പൈലറിന് മനസ്സിലാവും, ഓക്കെ ദീസ് ടു ക്ലാസ്സസ് ക്ലാസ് ബി ആൻഡ് ക്ലാസ് സി ആർ ഡിക്ലെയർഡ് ആസ് വിർച്വൽ. ദാറ്റ് മീൻസ് ഇവർക്ക് രണ്ടുപേർക്കും എന്തോ ഒരു കോമൺ ഡേറ്റ ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ഉണ്ട്. So that may cause an inheritance problem in the future. അത് കമ്പൈലറിന് മനസ്സിലാവും. സോ കമ്പൈലർ എന്ത് ചെയ്യുന്നു വെച്ചാൽ എപ്പോഴെങ്കിലും ഈ രണ്ട് വിർച്വൽ ക്ലാസ്സസിനെ ഒന്നിച്ച് ഒരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ the compiler will make sure that only one copy of that duplicate data goes to the child. ഇപ്പോൾ വിർച്വൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ കമ്പൈലറിന് അത് അറിയാൻ കഴിയില്ല. കമ്പൈലർ രണ്ടിടത്തു നിന്നും എ എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് ചൈൽഡിലേക്ക് കൊടുക്കും, ആംബിഗ്വിറ്റി കോസ് ചെയ്യും. വിർച്വലും നമ്മൾ ഡിക്ലെയർ ചെയ്ത സ്ഥിതിക്ക് കമ്പൈലറിന് അത് മനസ്സിലായി, നേരത്തെ മുൻകരുതലുകൾ എടുക്കും. എന്നിട്ട് ഈ രണ്ട് ക്ലാസ്സസിനെയും ഒരു സിംഗിൾ ക്ലാസ് അറ്റ് എ ടൈം ഇൻഹെറിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ആ മൾട്ടിപ്പിൾ കോപ്പീസിൽ നിന്ന് ഒരു കോപ്പി മാത്രം ക്ലാസ് ഡി അല്ലെങ്കിൽ ചൈൽഡിലേക്ക് പാസ് ചെയ്യും. ഇതിങ്ങനെയാണ് വിർച്വൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വഴിയാണ് ഡയമണ്ട് ഇൻഹെറിറ്റൻസ് പ്രോബ്ലം C++ൽ സോൾവ് ചെയ്തേക്കുന്നത്. ഇനി ഈ പ്രോബ്ലം കാരണം ജാവ എന്ന് പറയുന്നത് C++നേക്കാൾ സ്ട്രിക്റ്റർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. അതിൽ മാക്സിമം വരാൻ സാധ്യതയുള്ള പ്രോബ്ലങ്ങളും ആംബിഗ്വിറ്റി എല്ലാം തടയാനായിട്ടുള്ള എല്ലാ മെഷേഴ്സും ജാവയിൽ എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി സ്ട്രോങ് ലാംഗ്വേജ് ആൻഡ് വെരി സ്ട്രിക്റ്റ് ലാംഗ്വേജ്. സോ ജാവ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഡയമണ്ട് ഇൻഹെറിറ്റൻസ് പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ
മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ജാവയിൽ അലൗഡ് അല്ല. അതാണ് ജാവയുടെ ഒരു വലിയൊരു പ്രത്യേകത. അതായത് ഒരു ക്ലാസ്സിന് മൾട്ടിപ്പിൾ ക്ലാസ്സസിൽ നിന്ന്, മൾട്ടിപ്പിൾ പാരൻസിൽ നിന്ന് സെയിം ടൈം ഇൻഹെറിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ജാവയിലില്ല. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഈസ് നോട്ട് എക്സിസ്റ്റൻറ്റ് ഇൻ ജാവ. അപ്പോൾ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ജാവ. പക്ഷേ സ്റ്റിൽ ജാവയിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഡയറക്റ്റ്ലി അലൗഡ് അല്ലെങ്കിലും ആ കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വേറൊരു വഴിയാണ് യൂസ് ചെയ്യുന്നത്, ത്രൂ സംതിങ് കോൾഡ് ഇൻ്റർഫേസസ്. അപ്പോൾ അതിനകത്ത് നടക്കുന്നത് ഒരു ചൈൽഡിന് ഒരു ക്ലാസ്സിനെയും ഒരു ഇൻ്റർഫേസിനെയും സെയിം ടൈം ഇൻഹെറിറ്റ് ചെയ്യാം. അത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പോലെ അല്ല. എന്താണ്, ആ ഡേറ്റ ഡ്യൂപ്ലിക്കേഷൻ അവിടെ പ്രോബ്ലം ആയിട്ട് വരില്ല. സോ to conclude that Java doesn't support multiple inheritance because it may cause an ambiguity. Instead, multiple inheritance is implemented in Java using a concept called interface. Okay. So ഇത്രയാണ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലവും അതിൻ്റെ സൊല്യൂഷനും. വിത്ത് ദിസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന യൂണിറ്റ് 3 ടോപ്പിക്ക് ഇവിടെ കൺക്ലൂഡ് ആവുകയാണ്. 3 വീഡിയോസ് ആയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്തേക്കുന്നത്. സോ പ്ലീസ് വാച്ച് ഓൾ 3 വീഡിയോസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. ആൻഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലാരിഫൈ ഇൻ ദ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്. താങ്ക് യു.